അപ്പോൾ നമ്മൾ ഇന്ന് പറയാം സീസൺ 6 പുറത്താക്കപ്പെട്ട റോക്കിനെ കുറിച്ചാണ്. റോക്കി ബായ്. ശരിക്കും നമുക്ക് ഇയാളെക്കുറിച്ച് മൊത്തത്തിൽ നോക്കാം. ഇയാൾ ആദ്യം വന്ന മുതൽ ഇയാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അധികം ആരോട് കമ്പനി ആവില്ല. എന്നുവെച്ചാൽ അധികം ഓവർ കമ്പനി ആവില്ല. സാധാരണ മിണ്ടും ആ രീതിയിലാണ്. പക്ഷേ ഇയാളോടൊന്നും ഉടക്കാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പറയും. പിന്നെ പൊട്ടംകളിയോ മുമ്പിൽ എന്തൊരു അനീതി അങ്ങനത്തെ രീതിയിൽ കണ്ട ഇയാൾ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്മ ഒരു ആൽഫാമിൽ നിന്ന് കുറവില്ല. ആ രീതിയിലുള്ള ആളാണ്. ആരും പേടിയില്ല, ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഒരുത്തരം പേടിയില്ലാത്ത ഒരാളാണ് പുള്ളിക്കാരനത്. എനിക്കിഷ്ടമായിരുന്നു ഇയാളെ സെക്കൻഡ് വീക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇയാൾക്ക് പറ്റിയപ്പോൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ സിജോനായിട്ടുണ്ടായ പ്രശ്നം ഇയാൾ കൺട്രോൾ ചെയ്തില്ല. അതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷനും എല്ലാം കൺട്രോൾ ചെയ്യണം. ക്ഷമ എന്ന ഒരു വാക്കിന് ഉത്തമമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമ പഠിക്കണം. മെയിനായിട്ട് ക്ഷമ പഠിക്കാൻ വേണ്ടത് ബിഗ് ബോസ് വരുമ്പോൾ ഹിടിക്കാനും തല്ലിക്കൊല്ലാൻ വരെ ദേഷ്യം ഉണ്ടാവും. അയാളെ അടിച്ചു കൊല്ലാൻ വരെ ദേഷ്യമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാം പോവും. അതാണ് അയാൾക്കും റോക്കിക്ക് പറ്റിയത് ഏറ്റവും വലിയ പ്രശ്നം. അയാൾക്കൊന്ന് പറഞ്ഞു തീർക്കാവുന്നുള്ളൂ. ഈ റോക്കി തുടർന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഷെയ്മ തൊടാൻ പാടില്ല എന്ന് വെച്ച് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇത്രയും വേദി ഇപ്പോൾ ഒരാൾ ഇടിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അത്രയും ഉണ്ടാക്കിയ ഒരു ഫാൻ ബേസ് ആണെങ്കിൽ പൊസിഷനാണെങ്കിൽ അത് ഒറ്റയടിക്ക് പോയില്ലേ. ഇപ്പോൾ ആർക്കും ഇയാൾ ഇഷ്ടമല്ല. അതിന് മുമ്പ് ഇയാളെ ഭയങ്കര കാര്യമെന്ന് വെച്ചാൽ ഈ ജാസ്മിനും ഗബ്രീനൊക്കെ ഏറി കയറ്റി ഊക്കണ ആളെയെന്ന് റോക്കി ബൈ എന്ന് പറഞ്ഞാൽ അറിയാലോ. ജാസ്മിനും ഗബ്രീൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വാഴേൻ്റെ ചോട്ടിൽ പോയി ഇരിക്കുക, ഒരുമിച്ച് ഇരിക്കുക, വർത്താനം പറയുക, കിടക്കുക, അതൊക്കെയാണ് ഇവരെ പണി മൊത്തം. അപ്പോൾ അത് നല്ലപോലെ എതിർത്ത് നിൽക്കണം. ഒരു പേടിയില്ലാണ്ട് ഒരു കൂസലോ ഒരു പേടിയോ നാണോ ഒരു ചമ്മലോ ഒന്നും ഇല്ലാണ്ട് മുഖത്ത് നോക്കി പറയും. അത് ആരുടെ മുമ്പിലാണെങ്കിലും മുഖത്താണ് ചങ്കച്ചുള്ള ഒരാളാണ് റോക്കി എന്ന് പറഞ്ഞത്. ആക്ച്വലി അത് ആരോടൊരു ഡിപ്പെൻഡ് ഒരു ഇതുമില്ല, ഇമോഷനൊന്നുമില്ല. പക്ഷേ ഈ റോക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെന്നുണ്ടാവും ഋഷിക്കും റോക്കിയും നല്ല കണക്ഷൻ. റോക്കി ഇടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റോക്കിനേക്കാളും കൂടുതൽ കയറുന്നത് ഋഷിയായിരുന്നു. അവൻ മനസ്സിലായി, അവൻ ഔട്ടാൻ മനസ്സിലായി. എന്തായാലും ഏറ്റവും കൂടുതൽ കാരണം അവൻ തന്നെയായിരുന്നു. റോക്കിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഋഷീനെ തന്നെയായിരുന്നു. പിന്നെ സിജോന കമ്പനി തന്നെയായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നം അതൊരു ഓവറായിപ്പോയി. നമുക്കൊരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റിന് മേലെ കഴിഞ്ഞാണ് ഇത്. പക്ഷെ അവിടുത്തെ ആൾക്കാരെ കുറിച്ച് മാറ്റായിരുന്നു കേട്ടോ ആ സമയത്ത്. പക്ഷെ ആരും മാറ്റിയില്ല. ഇതിങ്ങനെ കയറി. പിന്നെ റോക്കി അത് ഗബ്രിയും കുറെ തല്ലെടുത്തുണ്ടായിരുന്നു, ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗബ്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കിക്കും കിട്ടിയാണ് നല്ല ഇടി. ഇതുപോലത്തെ ഇടി ഗബ്രിക്കും കിട്ടേണ്ടതാണ്. ഇത് സിജോ പാവം തരും. സിജോ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഇവൻ്റെ ഇത് ആട്ടാൻ കാരണം അവനും പുറത്തായി പോയി. ഈ ആവശ്യം റെസ്റ്റ് എടുക്കണോണ്ട് പോയതാണ്. തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് വരികയും ചെയ്യും. വന്നാൽ അവൻ അടിച്ചു കൊടുക്കും, കൊണ്ടിട്ട് പോകുവാൻ. ബിഗ് ബോസിൽ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു റോക്കി എന്ന് പറയുന്നത്. നല്ല ഫാൻ ബേസും നല്ല നിലപാടും വർത്താനമൊക്കെ ഇതാണ്. ഇടയ്ക്ക് കുറച്ച് പൊങ്ങച്ചൻ പറയും എന്നുള്ളത്. എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട്, ഇത്ര സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം, ബാത്റൂമൊക്കെ ഉണ്ടെന്ന് ഒരു പൊങ്ങച്ചൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആളൊരു കണ്ട ഒരു പൊക്കം കുറഞ്ഞ രീതിയിലേക്ക് ഇരിക്കുന്നുള്ളൂ. പക്ഷെ ആൾ നല്ല സെറ്റ് പ്ലെയർ തന്നെയാണ് കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ആണായിട്ടുള്ള ഒരു അത് ഈ റോക്കി തന്നെയാണ് ബിഗ് ബോസ് 6. അപ്പോൾ ഇത് എൻ്റെ നിലപാടുകളുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.